ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാൻസ്ക്രിത് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് രണ്ട് റൈറ്റേഴ്സാണ്, ഒന്ന് ഭാരവിയും മറ്റൊന്ന് ഭട്ടിയും. ഭാരവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് കിരാതാർജുനീയ. ഇതൊരു എപ്പിക് സ്റ്റൈൽ കാവ്യമാണ്. സാൻസ്ക്രിത് ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ 6 മഹാകാവ്യാസാണുള്ളത്. അതിലൊന്നുകൂടിയാണ് ഈ ഒരു കൃതി. അർജുനൻ്റെ നേരെ ഒരു വൈൽഡ് ബോർ വന്നപ്പോൾ, അതായത് കാട്ടുപന്നി വന്നപ്പോൾ ശിവന് കിരാതയുടെ രൂപം, അതായത് ഒരു വൈൽഡ് മൗണ്ടനിയറിൻ്റെ രൂപത്തിൽ വന്ന് രക്ഷിക്കുന്നതാണ് ഈ ഒരു കഥയുടെ പ്ലോട്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് അമ്പ് ചെയ്യുകയും ഈ ഒരു ബോറ് കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ലേറ്റർ ഇവർ ആർഗ്യൂ ചെയ്യാണ് ആരുടെ ആരോ കാരണമാണിത് ചത്തത് എന്ന്. അങ്ങനെ ലേറ്റർ അർജുനന് മനസ്സിലാവും ഇത് ദൈവമാണ്. അങ്ങനെ അദ്ദേഹം സറണ്ടർ ചെയ്യും. ഈ ഒരു കൃതി വളരെ പ്രധാനപ്പെട്ടതാണ്. 42 കമൻട്രീസ് ഈ ഒറ്റ കൃതിക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു കമൻട്രി എന്ന് പറയുന്നത് കന്നഡ കിങ് ആയിട്ടുള്ള, അതായത് കന്നഡയിൽ വെസ്റ്റേൺ ഗംഗ കിങ് ആയിട്ടുള്ള ദുർവിനീത എഴുതിയിട്ടുള്ളൊരു കമൻട്രിയാണ്. ഇത് ഈ ഒരു കിരാതാർജുനീയയുടെ കാൻറ്റോ 15 കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോസിഷൻ ബൈ ദ ലെജൻഡറി സാൻസ്ക്രിത് പോയറ്റ് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് കാളിദാസ? കാളിദാസയുടെ കൃതി അല്ലാത്തത് ചൂസ് ചെയ്യാനാണ്. ഇതിൽ കിരാതാർജുനീയ ഉണ്ട്. നമുക്കറിയാം കിരാതാർജുനീയ കാളിദാസ എഴുതിയിട്ടുള്ള കൃതിയല്ല. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1. ഹൂ അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഓഥർ ഓഫ് കിരാതാർജുനീയ? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ഭാരവി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഓഥറാണ് ഭട്ടി. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഭട്ടികാവ്യ. ഈ കൃതി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതാണ് രാവണവധ. ഇതൊരു ഹീറോയിസം, അതായത് വീര്യരസത്തിലുള്ളൊരു കൃതിയാണ്. രാവണവധ എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ദ ഡെത്ത് ഓഫ് രാവണ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് 7th സെഞ്ച്വറി CE-യിലാണ്. ഇതൊരു മഹാകാവ്യമാണ്, അതായത് ഗ്രേറ്റ് പോയമാണ്. ബട്ട് രാവണവധ എന്ന പേര് പറയുന്നുണ്ടെങ്കിലും രാവണവധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പോയത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. രാമായണം, പാണിനിയുടെ ഗ്രാമറിൻ്റെ വർക്ക് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ഭട്ടികാവ്യ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. രാമായണത്തിൻ്റെ ഒരു പോയറ്റിക് റീടെല്ലിംഗ് കൂടിയാണ് ഈ ഒരു കൃതി. കൂടാതെ ഗ്രാമറിനും റിട്ടറിക്കിനൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾസും ഈ ഒരു കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ആൻഷ്യൻ സാൻസ്ക്രിത് ലിറ്ററേച്ചറിൽ ഏർലിയസ്റ്റ് എക്സാമ്പിൾ ഓഫ് എൻ ഇൻസ്ട്രക്ഷണൽ പോയം, അതായത് ശാസ്ത്രകാവ്യ ആയിട്ട് കരുതുന്നതും ഭട്ടികാവ്യയാണ്. ഇദ്ദേഹം ഈ ഒരു പീരീഡിനെ കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ഒരു നോട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഭട്ടികാവ്യയുടെ ലാസ്റ്റിലായിട്ട് ഐ കമ്പോസ്ഡ് ദിസ് പോയം ഇൻ വളഭി. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ മനസ്സിലാവുന്നുണ്ട്. ഇദ്ദേഹം ഏത് നാട്ടുകാരനായിരുന്നു? വളഭി നാട്ടിലുള്ള ആളായിരുന്നു. വിച്ച് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ നരേന്ദ്ര. അപ്പോൾ അവിടെയുള്ള കിങ്ങിൻ്റെ പേരായിരിക്കണം നരേന്ദ്ര, സൺ ഓഫ് ശ്രീധര. സൺ ഓഫ് ശ്രീധര എന്ന് പറയുന്നത് നരേന്ദ്ര എന്ന് പറയുന്ന ആളുടെ ഫാദറാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഭട്ടികാവ്യ ഈസ് റിട്ടൺ ഇൻ വിച്ച് രസ? ഹാസ്യ, വീര, ഹാസ്യ, ഭയാനക. കറക്റ്റ് ആൻസർ വീരയാണ്. വിച്ച് ആൻഷ്യൻ സാൻസ്ക്രിത് വർക്ക് ഈസ് എൻ ഏർലിയസ്റ്റ് എക്സാമ്പിൾ ഓഫ് എൻ ഇൻസ്ട്രക്ഷണൽ പോയം ഒരു ശാസ്ത്രകാവ്യ? ഓപ്ഷൻസ് ഭട്ടികാവ്യ, കർണഭാരം, മാലതി മാധവ, രത്നാവലി. കറക്റ്റ് ആൻസർ ഭട്ടികാവ്യയാണ്.